രോഗികൾക്ക് ഇരുട്ടടിയായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂസർ ഫീ കൂട്ടാൻ നീക്കം. വിവിധ വിഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളുടെ മെയിന്റനൻസിന് വേണ്ടിയാണ് യൂസർ ഫീ കൂട്ടാനുള്ള നീക്കം നടക്കുന്നത്. ആശുപത്രി വികസന കമ്മിറ്റിയാണ് യൂസർ ഫീ കൂട്ടണമെന്ന നിർദ്ദേശം മുന്നോട്ടുവെച്ചത്. ആശുപത്രി വികസന ഫണ്ടോ ബജറ്റ് വിഹിതമോ തികയാത്തതാണ് സാധാരണക്കാരുടെ മേൽ അധിക ഭാരം കെട്ടിവെക്കാനുള്ള നീക്കത്തിന് പിന്നിൽ. റേഡിയോ ഡയഗ്നോസിസ്, ന്യൂറോളജി, നെഫ്രോളജി, യൂറോളജി, കാർഡിയോവാസ്കുലാർ, കാർഡിയോളജി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളുടെ മെയിന്റനൻസിന് 3.5 കോടിയോളം വേണം. ഈ തുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നൽകാൻ കഴിയുന്നതല്ല. ആനുവൽ മെയിന്റനൻസ് യന്ത്രങ്ങൾക്ക് നടത്തേണ്ടതാണെങ്കിലും അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൃത്യമായി പാലിക്കുന്നില്ല. ഇതിന് പിന്നാലെയാണ് യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായി ആശുപത്രി വികസന കമ്മിറ്റി കുറുക്കുവഴി തേടുന്നത്. യൂസർ ഫീ കൂട്ടി ലഭിക്കുന്ന തുക ഇതിനായി വിനിയോഗിക്കാനാണ് HDSന്റെ നീക്കം. MRI, CT സ്കാൻ മെഷീൻ അടക്കമുള്ളവയുടെ വാർഷിക അറ്റകുറ്റപ്പണിക്ക് കോടികൾ വേണ്ടിവരും. യൂസർ ഫീ ഈടാക്കുന്ന എല്ലാ മെഷീനുകൾക്കും കോംപ്രഹെൻസീവ് ആനുവൽ മെയിന്റനൻസ് കോസ്റ്റ് എന്ന പേരിൽ നിശ്ചിത തുക HDS അടയ്ക്കേണ്ടതാണ്. ഇത് കടുത്ത സാമ്പത്തിക ബാധ്യതയ്ക്ക് ഇടയാക്കുമെന്നാണ് ആശുപത്രി വികസന കമ്മിറ്റിയുടെ മറുപടി. ഈ പ്രതിസന്ധി പരിഹരിക്കാനാണ് യൂസർ ഫീ കൂട്ടാനുള്ള HDSന്റെ നീക്കം. നിലവിൽ 1000 രൂപ യൂസർ ഫീ നൽകുന്ന സ്ഥാനത്ത് നിന്ന് അതിന്റെ ഇരട്ടിയിലധികം ഈടാക്കാനാണ് ആലോചന. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ബജറ്റിൽ തുക വകയിരുത്തുന്നത് പോലെ യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് വർഷാവർഷം തുക നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ യൂസർ ഫീ കൂട്ടാനുള്ള നീക്കം കഴിഞ്ഞ 1.5 വർഷത്തിലേറെയായി മെഡിക്കൽ കോളേജിന്റെ അണിയറയിൽ നടക്കുന്നുണ്ട്. യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് കോടികൾ ആവശ്യമായി വന്നതോടുകൂടിയാണ് ജനങ്ങളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ, മീഡിയ 1.